ഹലോ എവറി വൺ, വെൽക്കം ടു ടെക് PSC. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിലേക്ക് ഉടൻ വരാനിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, അതോടൊപ്പം ഇതേ പോസ്റ്റിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന എക്സാമിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്, കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് ഓവർവ്യൂ, അതും ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് AICTE പറയുന്ന സ്കെയിൽ ഓഫ് പേ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻക്രിമെന്റ് കാര്യങ്ങൾ, ഇപ്പൊ ഡിയർനെസ് അലവൻസ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതെല്ലാം ഗ്രാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഒരു നല്ലൊരു ഇൻക്രിമെന്റും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിൽ ഓഫ് പേ ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഇത്. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക്, ജനറലി 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാറ്റഗറീസിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ ചെയ്യും. ഇനി നമ്മൾ നമ്പർ ഓഫ് വേക്കൻസീസ് പരിശോധിക്കുകയാണെങ്കിൽ ആന്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ക്വാളിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ME ഓർ MTech ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. BE ഓർ BTech ആൻഡ് അതോടൊപ്പം ME ഓർ MTech ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഈ ഒരു റെലവെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് BTechലോ അല്ലെങ്കിൽ MTechലോ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്, ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതും ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. വിത്ത് ഫസ്റ്റ് ക്ലാസ് ഓർ ഇക്വലന്റ് എയ്തർ ഇൻ BE ഓർ BTech ഓർ ME ഓർ MTech എന്ന് പറയുന്നുണ്ട്. സോ ഇതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ പ്രധാനമായിട്ടും നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇനി ഇതേ പോസ്റ്റിലേക്ക് നടന്ന മുൻ വർഷത്ത് നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോ അന്ന് നോട്ടിഫിക്കേഷൻ വന്നത് 2021 കാറ്റഗറി നമ്പർ 725/2021 ആയിരുന്നു. അന്ന് 8257ഓളം പേരാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തത്. ഡേറ്റ് ഓഫ് എക്സാം 18/6/2023 ആയിരുന്നു. ശ്രദ്ധിക്കുക. അപ്പോ OMR എക്സാം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ശ്രദ്ധിക്കുക. 8257 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തതിൽ OMR എക്സാം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വെറും 3897 പേരാണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 14/11/2024 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സ്, ഈ 3894 പേരിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 76ഓളം കാൻഡിഡേറ്റ്സ് ആണ്. അന്ന് കട്ട് ഓഫ് മാർക്ക് 31 മാർക്കായിരുന്നു. കട്ട് ഓഫ് മാർക്ക് ഈ ഒരു എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 47 മാർക്കാണ്. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 13 മാർക്കാണ്. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 5/5/2026 അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും 76 പേരോളമുള്ള ഈ ഒരു മെയിൻ ലിസ്റ്റിൽ നിന്നും ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 5/5/2026 ഇതുവരെ ഇതിൽ നിന്നും ടോട്ടലി 28ഓളം അഡ്വൈസുകൾ നിലവിൽ നടന്നിട്ടുമുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ റാങ്ക് ലിസ്റ്റ് ലൈവ് ആണ് ആൻഡ് ഇറ്റ് വിൽ എക്സ്പയർ ഓൺ 13/11/2027. അപ്പൊ 2027 11 മാസം ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയും ചെയ്യും. അപ്പൊ അതാണ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസിൽ നമുക്ക് പരിശോധിക്കാനുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ സിലബസിലെ ഓവർവ്യൂ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 11 മൊഡ്യൂൾസ് ആണ് മൊത്തം ഉള്ളത്. അതില് മൊഡ്യൂൾ 1 നെറ്റ്വർക്ക് അനാലിസിസ് 8 മാർക്കിന്റെ ചോദ്യം, മൊഡ്യൂൾ 2 ഇലക്ട്രോണിക് ഡിവൈസസ് 10 മാർക്കിന്റെ ചോദ്യം, മൊഡ്യൂൾ 3 അനലോഗ് സർക്യൂട്ട്സ് 8 മാർക്ക്, മൊഡ്യൂൾ 4 ഡിജിറ്റൽ സർക്യൂട്ട് 8 മാർക്ക്, മൊഡ്യൂൾ 5 കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് എംബഡഡ് സിസ്റ്റം 7 മാർക്ക്, മൊഡ്യൂൾ 6 സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് 10 മാർക്ക്, മൊഡ്യൂൾ 7 ഇലക്ട്രോ മാഗ്നറ്റിക്സ് 8 മാർക്ക്, മൊഡ്യൂൾ 8 കമ്മ്യൂണിക്കേഷൻ 10 മാർക്ക്, മൊഡ്യൂൾ 9 ഇൻസ്ട്രുമെന്റേഷൻ 8 മാർക്കിന്റെ ചോദ്യം, മൊഡ്യൂൾ 10 കൺട്രോൾ സിസ്റ്റംസ് 10 മാർക്കിന്റെ ചോദ്യം. അതോടൊപ്പം മൊഡ്യൂൾ 11 അഡ്വാൻസ്ഡ് ടോപ്പിക്സ്, അതിൽ നാനോ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ, information theory and coding, power electronics, digital image processing, computer vision, MEMS,
ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതില് നമ്മുടെ നാനോ ഇലക്ട്രോണിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ്, പവർ ഇലക്ട്രോണിക്സ്, ഇത്രയും മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന്, അഡ്വാൻസ് ടോപ്പിക്കിൽ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് ഓരോ ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വീതം നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി എല്ലാ ടോപ്പിക്സും, അതായത് ഡിജിറ്റൽ ഇമേജ് പ്രോസസിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, MEMS, ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ആൻഡ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇത്രയും മൊഡ്യൂൾസിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഓരോ മാർക്കിന്റെ ചോദ്യവും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 11 മൊഡ്യൂളുകളും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഇങ്ങനെ ആകെ 100 മാർക്കിന്റെ ഒരു OMR എക്സാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കാനായിട്ടിരിക്കുന്നത്. അപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോ അവർ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് പേയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചേക്കാവുന്ന ഒരു വളരെ നല്ലൊരു പോസ്റ്റ് ആണ് ഈ ഒരു പോസ്റ്റ്. അപ്പോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നേരത്തെ തന്നെ അവരുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊണ്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായി ടെക് PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ലോങ് ടേം ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകും. ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളും ഉണ്ടാവും. ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനായിട്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസ്, ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാമുകളും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല, അപ്പോൾ എത്ര നാളത്തേക്കാണ് ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടായിരിക്കുക, എത്രത്തോളം ദിവസത്തേക്കാണ് ഈ ഒരു കോഴ്സ് വാലിഡ് ആയിരിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നാണോ ഈ ഒരു പരീക്ഷ നടക്കുന്നത് ആ എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മറ്റ് വിശദാംശങ്ങൾക്കുമായിട്ട് തീർച്ചയായിട്ടും സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ടെക് PSCയുടെ ആപ്പ് ത്രൂവും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെക് PSC ആപ്പ് ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാകും. ഓക്കെ, സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.